എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ടും ഇല്ല കേട്ടോ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. അതിനാകെ ഒരാളുള്ളൂ, അതിൻ്റെ അനിയത്തി. ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായി കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്നീ പ്രായം വരെ ഞങ്ങൾ ബുദ്ധി ഉറക്കാത്തപ്പോഴും ബുദ്ധി ഉറച്ചപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് അടി ഉണ്ടാക്കുക. ഞാൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുണ്ടാവുന്നതും അവളെ ആയിരിക്കും. ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ സിസ്റ്റർ ബോണ്ട് അടിപൊളിയായിരിക്കുന്നത്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഈ സമയവും തല്ലും അടിപൊളിയാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മെച്യൂർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കില്ല. പക്ഷെങ്കിൽ ഇടയ്ക്ക് അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സോൾവ് ആവും. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങോട്ട് അവളെ വിളിച്ചിട്ടില്ലെങ്കിലും അവൾ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കും. എടീക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ ബോധ്യമാണ്, ഈ തന്നെ വിളിക്കാത്ത. അങ്ങനെ 100 കംപ്ലൈൻ്റ് ആണ്. ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് കരഞ്ഞു നടന്ന ആൾക്കാരാണ്. അതൊക്കെ ഒരു കാലം. ഇനിയിപ്പോൾ അവൾ എത്ര അങ്ങോട്ട് വലുതായി എന്നുണ്ട് പറഞ്ഞാലും അവൾ എപ്പോഴും എൻ്റെ കുഞ്ഞിക്കടുക തന്നെയാണ് എനിക്ക്. ഇന്ന് ജനുവരി 19 അവളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സംഭവം ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് തന്നെ അവളുടെ റൂംമേറ്റ്സിൻ്റെ 2 ഫ്രണ്ട്സിനെയും കൊണ്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും അതേപോലെ തന്നെ ചെറുതായിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്തു. 36 അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് കാരണം കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൽ പറയാൻ നമുക്കിപ്പോൾ എന്താ വേണ്ടില്ലേ.